പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കുത്തിത്തിരിപ്പ് നടക്കുന്നുണ്ടെന്ന് കെ മുരളീധരൻ. പാർട്ടി പറഞ്ഞതെല്ലാം അനുസരിച്ചതിന് നഷ്ടം തനിക്ക് മാത്രമാണെന്ന് കെ മുരളീധരൻ ന്യൂസ് 18 പറഞ്ഞു. പാർട്ടിക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ 20-18 സീറ്റും നേടിയ ആഘോഷത്തിലാണെന്നും മുരളീധരൻ വൈകാരികമായി പ്രതികരിച്ചു. ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇപ്പോഴുമുണ്ടെങ്കിലും പിന്തുണ നൽകാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിലും ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ നൽകിയ അഭിമുഖത്തിൽ കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാൻ ശ്രമം തുടരുന്നതിനിടയിലാണ് ഒത്തുതീർപ്പിന് വഴങ്ങാതെയുള്ള മുരളീധരന്റെ പ്രതികരണം. അപ്പോൾ ഇത് വിശാലമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. പാർട്ടിയിൽ ഇതുവരെ അത്തരമൊരു വിശാലമായ ചർച്ച നടന്നിട്ടില്ല എന്നാണ്. താങ്കൾ വിട്ടുനിന്നതുകൊണ്ട് വയനാട് ക്യാമ്പിലും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. താങ്കൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. കെ കരുണാകരന്റെ മക്കൾക്കുള്ള ആ മതേതര മുഖം നഷ്ടമാവുകയാണോ? അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് താങ്കൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമായിരുന്നു. ഈ പറയുന്ന ധീവര സമുദായത്തിന്റെ സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പറ്റുമായിരുന്നു, AP വിഭാഗത്തിന്റെ പറ്റുമായിരുന്നു. കാരണം അങ്ങനെ ഒരു മതേതര മുഖമുള്ളയാളാണ് കെ മുരളീധരൻ, അല്ലേ? അത് തകർന്നു എന്ന് പറയുമ്പോൾ താങ്കളെ ഇനി ഏത് സ്ഥലത്ത് കൊണ്ടുപോയി അവതരിപ്പിക്കാം എന്നുള്ള ആ ഒരു ഇമേജ്, പാർട്ടിക്കുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കൂടിയല്ലേ? അതല്ല, ഞാൻ പറഞ്ഞല്ലോ, കെ കരുണാകരൻ്റെ ഒരു സെക്യുലർ ഫേസ് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ തൃശ്ശൂരിൽ ഇതൊന്നും പ്രവർത്തിക്കാനുള്ള സമയം കിട്ടി. നേരെ മറിച്ച് നേരത്തെ ഇങ്ങനെ ഒരു ഐഡിയ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കതനുസരിച്ചൊരു വർക്ക് അവിടെ ബിൽഡപ്പ് ചെയ്യായിരുന്നു. അതിന് സമയം കിട്ടിയില്ല. ചെല്ലുന്നു, സ്ഥാനാർത്ഥിയാവുന്നു, 10-42 ദിവസം കൊണ്ട് ഇലക്ഷൻ നടക്കുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ശശി തരൂർ സിറ്റിംഗ് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ച് കാണാം, ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റിലും സിറ്റിംഗ് മെമ്പർമാർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ സെക്യുലർ ഫേസ് ഒരിക്കലും കെ മുരളീധരന് നഷ്ടപ്പെടില്ല. പക്ഷേ എല്ലായിടത്തും പോയിട്ട് നിൽക്കേണ്ട പ്രശ്നം ഇനി ഉദിക്കുന്നില്ല. ഞാനൊരു കാര്യം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. 100% എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കൂ. ഇപ്പോൾ അങ്ങനത്തെ ചിന്താഗതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ പാർട്ടി പറഞ്ഞാൽ എന്തും അനുസരിക്കേണ്ടി വരും. ഇനി അങ്ങനെ അനുസരിക്കില്ല. കാരണം ഇനി അങ്ങനെ അനുസരിച്ചുകൊണ്ടുണ്ടായ തിക്താനുഭവം എൻ്റെ മുമ്പിലുണ്ട്. ഇപ്പോൾ നേമത്തെ ഞാൻ മത്സരിച്ചതുകൊണ്ട് ഞാൻ BJPയുടെ ശത്രുവായി എന്നല്ലാതെ. പക്ഷെ അന്നൊരു കാര്യമുണ്ടായി, അവരുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിഞ്ഞു. പക്ഷെ BJPയുടെ ശത്രുവായതുകൊണ്ട് എന്താണ് കുഴപ്പം? BJPയുടെ ശത്രു ആയതുകൊണ്ട് കുഴപ്പമില്ല. അതനുസരിച്ചൊരു മൈനോറിറ്റി സപ്പോർട്ട് നേമത്ത് കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഇത് കവർ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശശി തരൂരിന് കിട്ടിയ മൈനോറിറ്റി വോട്ട് നേമത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഞാൻ ഈ 19,000 വോട്ടാണ് ഞാനും ശിവൻകുട്ടിയായിട്ടുള്ള ഡിഫറൻസ്, അത് ഞാൻ കവർ ചെയ്യുന്നു. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ മതേതര മുഖം താങ്കൾക്ക് നഷ്ടമായിട്ടുണ്ടോ എന്ന്. അതിലൊരു കാര്യം പറയാം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പത്മജ ഫാക്ടർ, കെ കരുണാകരന്റെ മകൾ BJPയിലേക്ക് പോയെങ്കിൽ മകൻ എന്തുകൊണ്ട് പോയിക്കൂടാ, അങ്ങനെ സംഭവിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത മലയാളികളുടെ മനസ്സിലിടം. അതായത് നമുക്ക് ഈ ഹൃദയം തുറന്ന് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് സംശയിക്കുന്ന ചിലരുണ്ട്. അതിൻ്റെ ഒരു ദോഷമാണ്. എൻ്റെ നിലപാടൊരു മാറ്റവുമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ സെക്യുലർ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ആളാണ്. കെ കരുണാകരൻ്റെ സെക്യുലർ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനതാണ് പറഞ്ഞത്, പാർട്ടിയിൽ നിന്ന് ഇനി ഏതെങ്കിലും കുത്തിത്തിരിപ്പിൻ്റെ പേരിൽ എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ BJPയിലേക്കോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ പോവില്ല. ഞാനൊരു പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റ് നടത്തി വീട്ടിലിരിക്കും. അത് ഞാൻ പറയട്ടെ, അതായത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത്? എന്നെക്കെതിരായിട്ട് ഒരു കുത്തിത്തിരിപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ക്യാമ്പിൽ ഇല്ലാത്ത ചർച്ച നടന്നു എന്നുള്ള വാർത്ത വന്നത്. അത് ക്യാമ്പിൽ നിന്ന് തന്നെയാണ്, അല്ലേ? അതെ, ക്യാമ്പിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഈ TN പ്രതാപനോ ഷാനിമോളോ ഇങ്ങനെ പരാതി വരെ പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും എന്നെ ഫോണിൽ വിളിച്ചു. പ്രത്യേകിച്ച് ഷാനിമോളൊക്കെ ഒരിക്കലും എന്നെ അവർ വിമർശിക്കില്ല. കാരണം കഴിഞ്ഞ 2019 ഞങ്ങളൊക്കെ ജയിച്ചു. ഞങ്ങൾ നിന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിക്കുകയും ഷാനിമോൾ മാത്രം തോൽക്കുകയും ചെയ്തപ്പോൾ അന്ന് അവരെ ആദ്യം ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ച ആൾ ഞാനാണ്. കാരണം ഞാൻ ജയിച്ചവരെ വിളിച്ച് കൺഗ്രാജുലേറ്റ് അല്ല ചെയ്തത്. ഞങ്ങളോടൊപ്പം നിന്ന് സ്ഥാനാർത്ഥിയായി ഞങ്ങളോടൊപ്പം ലോക്സഭയിൽ വരേണ്ട ഒരു സഹോദരി തോറ്റുപോയപ്പോൾ ഞാൻ അവരെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഒരു ആശ്വാസവാക്ക് താങ്കൾക്ക് ഇത്തവണ കിട്ടിയോ? KPC പ്രസിഡന്റ് എൻ്റെ വീട്ടിൽ വന്നു. രാഹുൽ ഗാന്ധി എന്നെ ഫോണിൽ വിളിച്ചു. VD സതീശനും KC വേണുകാലൊക്കെ ഫോണിൽ വിളിച്ചു. അത് വിളിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന ആ വാർത്തയുണ്ടല്ലോ, അതെന്തായാലും ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് തന്നെ പുറത്തു വരികയുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പുറത്തു വന്ന വാർത്ത
അത് ചർച്ച ചെയ്യണം എന്നുള്ള ഉദ്ദേശ്യവും അവർക്കുണ്ട്. കാരണം എന്തുകൊണ്ട് കെ മുരളീധരൻ ഇങ്ങനെ പാർട്ടിയെ ധിക്കരിച്ച് നടക്കുന്നു? അദ്ദേഹം ഇന്ന സ്ഥലത്തെ മത്സരിക്കുമെന്ന് ഇനി എന്തിന് വാശി പിടിക്കുന്നു? പാർട്ടിയുടെ ക്യാമ്പ് ബഹിഷ്കരിച്ച് അദ്ദേഹം നടക്കുന്നു തുടങ്ങിയ ഞാൻ പറയാം, എല്ലാം കൊണ്ട് നഷ്ടം ഉണ്ടായത് ആർക്കാ ഇതിൽ? ഈ പാർട്ടി പറഞ്ഞ എല്ലാം ഞാൻ അനുസരിച്ചു, പാർട്ടി പറഞ്ഞ സ്ഥലത്ത് പോയിട്ടൊക്കെ മത്സരിച്ചു. പക്ഷേ നഷ്ടമുണ്ടായത് കെ മുരളീധരന് മാത്രമാണ്, പാർട്ടിക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല. പാർട്ടി ഇലക്ഷനിൽ 20-ൽ 18 ജയിച്ചതിൻ്റെ ആഘോഷമാണ് പാർട്ടിയിൽ, നേതാക്കൾക്ക് ആഘോഷമാണ്. പക്ഷേ ഒന്നുമില്ലാത്ത ഒരാളായിട്ട് മാറിയത് കെ മുരളീധരനല്ലേ? അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, മത്സരിക്കണം, എവിടെയെങ്കിലും പോയി മത്സരിക്കണം എന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ അതിനില്ല, ഞാൻ ഈ മത്സരിക്കേണ്ടതാണ് പാർട്ടി പറയുന്നതെങ്കിൽ സന്തോഷം. ഇതുവരെ എല്ലാവരും പറഞ്ഞിരുന്നത്, താങ്കൾ ഉൾപ്പെടെ, പാർട്ടി ഏത് സീറ്റ് പറയുന്നു അവിടെ ഞാൻ മത്സരിക്കും എന്നുള്ളതാണ്. സംശയമില്ലല്ലോ. എപ്പോഴും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇന്നയാൾ ഇന്ന സീറ്റിൽ മത്സരിക്കും, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? താങ്കളും അങ്ങനെ ആയിരിക്കുമല്ലോ പറഞ്ഞത്, ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കും അല്ലേ? KPCC തീരുമാനിക്കുന്ന ആ ലിസ്റ്റ് വരുമ്പോൾ അത് ഏത് സീറ്റാണോ അത് ഞാൻ അംഗീകരിക്കും എന്നാണ്. അതല്ലേ അച്ചടക്കമുള്ള ഒരു പാർട്ടി? ഇനി അച്ചടക്കം ഞാൻ പാലിക്കും, പക്ഷേ മത്സരിക്കാൻ എനിക്ക് സാധ്യമല്ല. അച്ചടക്കവും മത്സരവുമായിട്ട് വ്യത്യാസമുണ്ട്. അല്ലാതെ പാർട്ടി പറയാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് നാളെ പയ്യന്നൂർ മത്സരിക്കാൻ പറഞ്ഞാൽ എന്താ റിസൾട്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. മട്ടന്നൂർ മത്സരിക്കാൻ പറഞ്ഞാലത്തെ റിസൾട്ട് അറിയാലോ. ഇനി അങ്ങനത്തെ പരീക്ഷണം വേണ്ട. പാർട്ടിക്ക് ഒരു 40% ഫൈറ്റിംഗ് ചാൻസ്, 50, ഞാൻ 100% ഒരിക്കലും ഞാൻ പറയില്ല. ഇപ്പോഴും ഫൈറ്റ് ജയിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്, ദൈവം സഹായിച്ച്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്, രാജ്യസഭ ഒരിക്കലും ഞാൻ ചോദിക്കാത്ത ഒരാളാണ്, നാളെയും ഞാൻ ചോദിക്കില്ല. കാരണം അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ, ഫൈറ്റ് വേണം ജയിക്കാൻ. പക്ഷെ താങ്കളുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് അത് അംഗീകരിക്കാൻ പാർട്ടിക്ക് ഇപ്പോഴും കഴിയുന്നില്ല അല്ലേ? താങ്കൾ ഇങ്ങനെ ഓടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതാ പറയുന്നത്, ആ ഫൈറ്റിംഗ് ചാൻസ് പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു കരുത്ത് നമുക്ക് നൽകേണ്ടത് പാർട്ടിയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പം അത് കാണുന്നില്ല. അല്ല, അത് എന്തുകൊണ്ടാണ്? അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഞാൻ 2 കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നുള്ളൂ. ഒന്ന്, ഒരു കാരണവശാലും ഞാൻ പാർട്ടി വിട്ടു പോവില്ല. 2, ഇനി പാർട്ടി എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിലും ഞാൻ സ്വസ്ഥം ഗൃഹഭരണം എന്നുള്ള ആ രീതിയിലേക്ക് ഞാൻ പോകും. ഈ 2 കാര്യത്തിലും എൻ്റെ തീരുമാനം ഉറച്ചതാണ്. ഈ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, താങ്കൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും താങ്കൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഈ പാർട്ടി നേതാക്കൾ പറയുമ്പോൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് താങ്കൾ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷം തിരിച്ചു വന്നയാളാണ്, ഇപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും താങ്കൾ ആവർത്തിച്ചു തുടങ്ങി എന്നുള്ള രീതിയിലാണ്. കാരണം പാർട്ടി പറയുന്നത് കേൾക്കാതിരിക്കുക, പാർട്ടിക്കെതിരെ കാര്യങ്ങൾ പറയുക, സ്വയം തോറ്റതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ഇങ്ങനെ ഞാൻ പറയുന്നത്, ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ തോറ്റപ്പോൾ? ഞാൻ ഏതെങ്കിലും വ്യക്തിയെ കുറ്റപ്പെടുത്തി? പക്ഷെ പാർട്ടിയുടെ മിഷനറി വർക്ക് ചെയ്തില്ല എന്ന് താങ്കൾ പറഞ്ഞു. തീർച്ചയായിട്ടും അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. പാർട്ടിയുടെ മിഷണറി പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വർക്ക് ചെയ്യാത്തത് അതൊരു അച്ചടക്കലംഘനാണോ? നാളെ ആര് ചെന്നാലും ഈ സംഭവം ഉണ്ടാവില്ലേ? പാർട്ടിയുടെ മിഷണറി പ്രവർത്തിക്കാത്ത സന്ദർഭം വന്നാൽ, ലോക്സഭ പോലെയല്ല പഞ്ചായത്ത്, നിയമസഭ, പഴയ അനുഭവങ്ങളില്ലേ? അതിനല്ലേ പാർട്ടിയിലും പറയുന്നപ്പോൾ. പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്ത് താങ്കളെ പോലെയുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള നേതാവ് ഇത് തുറന്നു പറയണം. അതല്ലാതെ മാറി നിൽക്കുക, ജനങ്ങൾ പോലും അത് ചോദിക്കില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ഈ ക്യാമ്പിൽ വന്ന് വിമർശിക്കാനോ ഒന്നും ഞാൻ ഒരു കൊല്ലത്തേക്ക് എവിടെയില്ല. അതേസമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഞാൻ സജീവമായിട്ടുണ്ടാകും. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഞാൻ വയനാട്ടിലുണ്ടാവും. ഒരു കോൺഗ്രസ്സുകാരൻ എന്നാണ് എനിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ താങ്കൾ വട്ടിയൂർക്കാവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെൻ്റെ പഴയ നിയോജകമണ്ഡലമാണ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ കാരണം അവിടെ ഒരു നാഥനില്ലാത്ത അവസ്ഥയുണ്ടായി. കാരണം ഞാൻ പോയതിന് ശേഷം ഒരു ഇലക്ഷൻ അവിടെ പാർട്ടി ജയിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ദൗത്യം ഞാനവിടെ മത്സരിക്കുക എന്നുള്ളതല്ല. അടുത്ത കോർപ്പറേഷൻ ഇലക്ഷനിൽ ഇവിടെ BJPക്ക് 62 സീറ്റുകളിൽ ലീഡ് കിട്ടിയിട്ടുണ്ട് ഈ കോർപ്പറേഷനിൽ. അതിൽ വട്ടിയൂർക്കാവിൽ ഏതാണ്ട് 8000 വോട്ടാണ് പാർലമെൻറ്റിൽ, അസംബ്ലിയിൽ ലീഡ് കിട്ടിയത്. അപ്പോൾ അവിടെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരിക, ആ വർക്കാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷെ പാർട്ടി താങ്കളെ അങ്ങനെ ഒരു വർക്ക് ഏൽപ്പിച്ചിട്ടില്ല. അതെനിക്ക് സ്വയം ചെയ്യേണ്ടതാണ് ഞാൻ. കാരണം എന്നെ വിശ്വസിച്ച ഒരു ജനത, എന്നെ 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്തൊരു ജനത, അവരോട് 3 വർഷം കഴിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞതിൻ്റെ പേരിൽ അവരെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ഞാൻ 2 വർഷം ഒരു സ്ഥാനവും ഇല്ലാതെ ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്നു. അത് ഞാനും ആ വട്ടിയൂർക്കാവിലെ ജനങ്ങളാവുന്ന കുടുംബമായിട്ടുള്ള ബന്ധമാണ്. അതിനെനിക്ക് പാർട്ടിയുടെ
ഒരു ഓതറൈസേഷൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് പാർട്ടിക്കാരെന്നുള്ള എനിക്ക് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് 2026 താങ്കൾ ലക്ഷ്യമിടുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകാൻ താങ്കൾ ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അല്ലല്ല തീരുമാനിക്കേണ്ടത്, അതൊക്കെ പാർട്ടിയെ തീരുമാനമെടുക്കണം. താങ്കൾ അപ്പോൾ പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുമെന്ന് താങ്കൾ അല്ല, പറയുന്നു. വട്ടിയൂർക്കാവിൽ ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചാൽ പോരാ, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ആ ഘട്ടത്തിലേക്ക് ഇപ്പോഴെത്തിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ചുമതല എന്താ? ഇപ്പോൾ ചുമതല അതിന് തക്കവണ്ണം അവിടെ ആ കോൺസ്റ്റിറ്റ്യുവൻസി പാകപ്പെടുത്തി എടുക്കണ്ടേ. നാളെ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ഞാനല്ല മറ്റൊരാൾ വരികയാണ്. ഇനി LDF ഇനിയിപ്പോൾ LDF ആയിരിക്കില്ല, അവിടെ മത്സരം UDF BJP ആയിട്ടായിരിക്കും. അപ്പം അവിടെ പാർട്ടീനെ ഒന്ന് എന്താ പറയേണ്ടതെന്ന് സ്ട്രോങ് ആക്കേണ്ട ചുമതല എനിക്കുണ്ട്. ആ വർക്ക് ഞാൻ ചെയ്യുന്നു. അപ്പോൾ പക്ഷെ വട്ടിയൂർക്കാവ് അല്ലാതെ മറ്റൊരു മണ്ഡലത്തിൽ താങ്കളെ പരിഗണിക്കുകയാണെങ്കിൽ താങ്കൾ മത്സരിക്കില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും പോയി മത്സരിക്കുന്ന ഏർപ്പാട് ഇനിയില്ല. മറ്റു കാര്യങ്ങൾ പിന്നെ നമുക്ക് ആലോചിക്കാം. മഞ്ജുഷ് ഗോപാലുമായാണ് കെ മുരളീധരൻ സംസാരിച്ചത്. വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള തന്റെ ആഗ്രഹങ്ങൾ അദ്ദേഹം അഭിമുഖത്തിൽ നിരസിക്കുന്നില്ല. വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരും അടുത്ത 2 വർഷം എന്നുള്ള കൃത്യമായ സൂചനയും മുരളീധരൻ നൽകുന്നുണ്ട്.